എൻ്റെ 2024 വിഷൻ ബോർഡിലെ ലാസ്റ്റ് ഐറ്റം ടിക്ക് ഓഫ് ചെയ്യാനുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് പാരീസിലേക്കാണ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഫ്ലിക്സ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് മാപ്പിൽ അടിച്ചാൽ കിട്ടും കേട്ടോ കറക്റ്റ് സ്ഥലം. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബസ് വന്നു. ഇതാണ് നമ്മുടെ ബസ്. ഫ്ലിക്സ് ബസ് ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് ഷെങ്കനിലെ കുറേ ഏരിയാസിലൊക്കെ പോകാനായിട്ടുള്ള ബഡ്ജറ്റ് ഓപ്ഷനാണ്. ടിക്കറ്റിന് അറൗണ്ട് 30-35 യൂറോസൊക്കെയാണ് വരുന്നത് പെർ സീറ്റിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയ ബസ് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു, അത്ര ലെഗ് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. ചെറിയ ബസ്സായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്ന ബസ് നല്ലതാണ്. ഇപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബസ് ആക്ച്വലി. ഞങ്ങളൊരു മോർണിംഗ് 5:30 ആയിട്ടോ പാരീസിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ റീനിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്, ജോസഫേട്ടൻ. അപ്പോൾ ഇതാണ് ജോസഫേട്ടൻ. ജോസഫേട്ടനാണ് ഞങ്ങൾക്ക് പാരീസിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഒക്കെ തന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് ജോസഫേട്ടൻ. എ വെരി ബിഗ് ഷൗട്ട് ഔട്ട് ടു യു. ഇവിടുത്തെ മെട്രോയിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ടിക്കറ്റ്സും കാർഡ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സീറ്റായിട്ട് ഉപയോഗിക്കാം, ചാരില്ല വീഴും. അപ്പോൾ ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കാർഡ് യൂസ് ചെയ്യുന്നില്ല, പകരം ഇവിടുത്തെ സ്റ്റേഷനിൽ ഇതേപോലത്തെ ചെറിയ ടിക്കറ്റ്സ് കിട്ടും. എനിക്കൊന്ന് 5 യൂറോസ് എങ്ങോട്ടാണെന്ന് തോന്നി ടിക്കറ്റിന്. എന്തെല്ലാം ചടങ്ങുകളല്ലേ. ഓക്കെ, പക്ഷെ ആ കാർഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ നമ്മൾ എടുത്തില്ല, കാരണം അത് നല്ല വ്യത്യാസം വരും. ഒരാൾക്ക് 8 എന്നുള്ളത് 20 മാറും. ഓക്കെ, പോണ അടുത്ത സ്ഥലം സാഞ്ചാമല. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത മെയിൻ സ്റ്റേഷൻ അറിയാറ്. നമ്മൾ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻസിലോട്ട് കയറുന്നത്. പിന്നെ ഈ ബാക്കിൽ നിൽക്കുന്ന ചെടിയെല്ലാം ഇതാണ് മാഗ്നോളിയ എന്ന് പറയും. സ്പ്രിങ് ആയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് നല്ല രസമായിരിക്കും. ഇലയൊന്നും കാണാം. ഫ്ലവർ ഉണ്ടല്ലേ ഒരെണ്ണം അവിടെ. ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്, പൂവാണ്. കുക്കിങ്ങിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. Now we are at Saint Germain. ബേസിക്കലി ഇവിടുത്തെ മെട്രോയുടെ ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആർക്ക് ഡി ട്രയംഫ് ആണ് കേട്ടോ. പരിപാടി അവരത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, നമ്മൾ വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി. അത് കാരണം അതായത് ഇവിടെ ഒളിമ്പിക്സ് നടക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിന്നേഴ്സിനൊക്കെ എന്തോ സ്വീകരണമൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു വന്നത്. അപ്പോൾ അത് കാരണം അവർ ഈ ഏരിയ കംപ്ലീറ്റ് അടച്ചു വെച്ചേക്കുവാണ്. അടുത്ത് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. നമ്മളപ്പോൾ നടന്നിട്ട് വേറെ സ്ഥലങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ പോയത്. ബട്ട് നമുക്കതും കാണാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം ഈ ദൂരെ കാണുന്നത് ലൂയി വിട്ടോണിൻ്റെ ഹോട്ടലാണ് കേട്ടോ. ലൂയി വിട്ടോൺ ബാഗിൻ്റെ മോഡലിലാണ് ഹോട്ടൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ബട്ട് മേ ബി ദ യൂണിവേഴ്സ് ഈസ് ടെല്ലിങ് യു ഹാവ് ടു കം അഗൈൻ.
പക്ഷേ ഈ സ്ട്രീറ്റിൽ തന്നെ ആ ബിൽഡിങ്സ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു മൊത്തത്തിലൊരു ഫ്രഞ്ച് ആൻഡ് എമിലി ഇൻ പാരീസ് വൈബ്. അപ്പം ഞങ്ങളത് നടന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അടിപൊളി. ഈ പരിപാടി നടക്കുക എന്ന് പറഞ്ഞിട്ട് മോണുമെന്റ്സ് മാത്രമല്ല അവരടച്ചത്, ആ മോണുമെന്റ്സിലേക്ക് വരാനുള്ള എല്ലാ മെട്രോ സ്റ്റേഷൻസും അവരടച്ചു പൂട്ടി കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നടന്ന് വേറെ ഏതെങ്കിലും സ്റ്റേഷൻ ഓപ്പൺ ആണോ നോക്കി. ബട്ട് അവസാനം ഞങ്ങൾ സുല്ലു പറഞ്ഞു. ഇവിടെ എവിടെ നോക്കിയാലും ട്രാഫിക് ലൈറ്റ് ആണല്ലോ, ഫുൾ ഓൺ ട്രാഫിക് ലൈറ്റ് അല്ലേ. ട്രാഫിക് ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു റോഡ്സൊക്കെ. ഫൈനലി സുല്ലു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓല പിടിച്ചു, ഓലയല്ല ഉബർ പിടിച്ചു. അതിനുശേഷം ഇപ്പോൾ അടുത്ത് വേറെ ഒരു മോണമെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറിലിരുന്നപ്പോൾ തന്നെ ഐഫൽ ടവറിൻ്റെ ഫസ്റ്റ് സൈറ്റിംഗ് കണ്ടുട്ടോ, വളരെ ദൂരെ നിന്ന്. മാഡലിൻ എന്നാണ് മറ്റേ മഗ്ദലിനെ പറയുമില്ലേ, അവരുടെ ഒരു ചേർച്ചാണ്. അകത്തോട്ട് കയറാൻ പറ്റും, ഫ്രീ ആണ്, ഒന്നുമില്ല. 1764 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചേർച്ചാണ് കേട്ടോ ഇത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ലൂയി ദ 8th ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന കോൺകോർഡ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം ലൂയി ദ 8th അന്നത്തെ പാലസ് ആയിരുന്നു, പുതിയ പാലസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുള്ളി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചർച്ച്. ഇതിന് മുകളിൽ കാണുന്ന ഈ ഒരു സ്കൾപ്ചർ ആക്ച്വലി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്കൾപ്ചറാണ്. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ കുറേ പേർക്ക് ഹെവനിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിയാൽ മഗ്ദലിൻ കയറാൻ പറ്റാത്തവരുടെ സൈഡിൽ നീൽ ചെയ്യുന്നതായിട്ടാണ് ഈ സ്കൾപ്ചറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ചർച്ചിൻ്റെ പണി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഫ്രഞ്ച് റവല്യൂഷൻ വന്നു, പണിയൊക്കെ നിർത്തിവെച്ചു. പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ട് വന്നതിന് ശേഷം പുള്ളി അവരുടെ ആർമിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചർച്ചിൻ്റെ. അന്നേരം ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലാണ് ആർക്കിടെക്ചറിന് കൊടുത്തത്. അതുകൊണ്ട് ഇതിന് കുറേയൊക്കെ ഗ്രീക്ക് ആർക്കിടെക്ചറായിട്ട് സിമിലാരിറ്റീസ് തോന്നും നമുക്ക് കാണുമ്പോൾ. ഈ കാണുന്ന ബ്ലാക്ക് ഡോർ ബ്രോൺസിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബ്രോൺസിൽ അതിനകത്ത് ആ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 10 കമാൻഡ്മെൻറ്റ്സ് ആണ് ഈ കൊത്തുപണിയായിട്ട് അവർ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ഗ്രാൻഡ് അൾട്ടാറിൽ ആക്ച്വലി കാണിച്ചിരിക്കുന്നത് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഫ്രാൻസ്. അതിൻ്റെ താഴെ കാണുന്നത് ഫ്രാൻസിൽ കുറേ സെയിൻസുമായിട്ട് ജീസസിനുണ്ടായിരുന്ന ബന്ധം എന്നുള്ള രീതിയിലുള്ള ഡെപ്പിക്ഷനാണ് കേട്ടോ. ആൻഡ് അൾത്താറിൽ കാണുന്ന ഈ ഒരു സ്കൾപ്ചർ അറിയപ്പെടുന്നത് ദ എക്സ്റ്റസി ഓഫ് മേരി മഗ്ദലിൻ ആണ്. ഈ കാണുന്നത് ആക്ച്വലി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദ ഗ്രാൻഡ് ഓർഗൻ ഓഫ് ട്രിബ്യൂൺ എന്നാണ് പറയുക. ഇതിൽ ഡിഫറെൻറ്റ് പൈപ്സ് വെച്ചിട്ട് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഉണ്ടാക്കി ക്വയറിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കീബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഈ സീലിംഗ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റീരിയർ സീലിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഒരുപാട് ഫേമസ് ആർട്ടിസ്റ്റുകളുടെ വർക്ക്സ് ആണ് ഇതൊക്കെ. ഇവിടെ പല സ്ഥലത്തും ഇതുപോലത്തെ സൊവനിയർ മെഷീൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് പൈസ ഇട്ടിട്ട് ഇതുപോലത്തെ കോയിൻസ് എടുക്കാം കേട്ടോ സൊവനിയറിന് വേണ്ടിയിട്ട്. ഈ കാണുന്ന ഒരു സ്കൾപ്ചർ ഇസ് ആക്ച്വലി കോൾഡ് ദ ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതൊക്കെ ഫേമസ് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ് കേട്ടോ.
നമ്മൾ മെട്രോ തപ്പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും മെട്രോ സ്റ്റേഷനിലെത്തി. നമുക്ക് ഐഫൽ ടവർ കാണാൻ പോവാട്ടോ. ഇവിടെ വരാൻ പോകുന്ന ട്രെയിനില്ലേ, അതിന് ഡ്രൈവർ ഇല്ല, ഓട്ടോമേറ്റഡ് ആണ്. There is no driver. ഇപ്പം നമ്മൾ ഇവരുടെ ഒരു മാർക്കറ്റിൽ പോവുകയാണല്ലോ. നമ്മൾ അവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റ് പോയിട്ട് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. അയ്യോ, ഒരു ഡാൽമേഷ്യൻ ഡോഗ്. ഡാൽമേഷ്യൻ wanna make a Nutella pancake. Do you love? ഗൈസ്, പ്ലീസ് ഫോളോ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്യാബേജ് ഗൈ. Nutella pizza. മുട്ട, ഇതാണ് മുട്ട ദോശ. നമ്മുടെ അവിടുത്തെ മുട്ട ദോശ. ഹാം വെച്ച് അത് മടക്കി. ചോക്ലേറ്റ് പാൻ ക്രേപ്പ് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ആണ് കേട്ടോ. വെറുതെ ബിൽഡിങ്സ് ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബോട്ട് റൈഡിന് പോകാനാണ്. അപ്പോൾ ഈ ബോട്ട് റൈഡിൽ ഓൾമോസ്റ്റ് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. നമുക്കത് വഴി ഈഫൽ ടവറിൽ